ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷൻ അതായത് ജെ.പി. നദ്ദയുടെ പിൻഗാമിയായി നിതിൻ നബീൻ തിരഞ്ഞെടുക്കപ്പെട്ട ദിവസമായിരുന്നു ഇന്ന്. ഈ വേദിയിൽ, അതായത് ഈ തിരഞ്ഞെടുക്കപ്പെട്ട വേദിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ പ്രസംഗം ഇപ്പോൾ ഏറെ ശ്രദ്ധ നേടുകയാണ്. ഞാൻ വെറുമൊരു പ്രവർത്തകൻ മാത്രമാണ്, നിതിൻ നബീൻ എൻ്റെ ബോസാണ്. ഇങ്ങനെയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾ. എത്ര വലിയ സ്ഥാനങ്ങൾ അലങ്കരിക്കുമ്പോഴും ബി.ജെ.പി. പ്രവർത്തകനാണ് എന്നതാണ് ഏറ്റവും വലിയ അഭിമാനമെന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. നമുക്ക് പരിശോധിക്കാം. നയിക്കാൻ നിതിൻ. लोगों को लगता होगा कि नरेंद्र मोदी देश के प्रधानमंत्री है, तीसरी बार प्रधानमंत्री बने, 50 साल की छोटी आयु में मुख्यमंत्री बन गए, 25 साल से लगातार हेड ऑफ द गवर्नमेंट रहे हैं. ये सब अपनी जगह पे हैं, लेकिन इन सबसे भी बड़ी चीज मेरे जीवन में है, मैं भारतीय जनता पार्टी का कार्यकर्ता हूं. ये सबसे बड़ा गर्व है. और जब बात पार्टी के विषयों को आती है, तब माननीय नितिन नबीन जी, मैं एक कार्यकर्ता हूं, वे मेरे बॉस हैं. യെസ്, ഞാനൊരു വെറും ബി.ജെ.പി. പ്രവർത്തകൻ മാത്രമാണ്, നിതിൻ നബീൻ എൻ്റെ ബോസ് എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. രജേഷ് രവീന്ദ്ര, ഇപ്പോൾ ജെ.പി. നദ്ദയുടെ പിൻഗാമിയായി 45-കാരനായ നിതിൻ നബീൻ 12ാമത് അധ്യക്ഷനാകുമ്പോൾ സംഘടനാ തലപ്പത്ത് ഒരു തലമുറ മാറ്റം കൂടി നടന്നിരിക്കുകയാണ്. ബി.ജെ.പിയുടെ ഏറ്റവും പ്രായം കുറഞ്ഞ അധ്യക്ഷൻ, ഞാൻ വെറുമൊരു പ്രവർത്തകൻ മാത്രമാണ്, നിതിൻ നബീൻ എൻ്റെ ബോസ് ആണെന്ന് പറയുന്നത് ബി.ജെ.പിയുടെ ഏറ്റവും മുതിർന്ന നേതാവും അതിനുപരി പ്രധാനമന്ത്രിയും ഒക്കെയാണ്. അപ്പം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ ഇതേ തിരഞ്ഞെടുപ്പ് വരുന്നു. 2029 അടുത്ത ലോക്സഭാ തിരഞ്ഞെടുപ്പ് നയിക്കേണ്ടത് നിതിൻ നബീൻ തന്നെയാണ്. ഈ ഘട്ടത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഈ വാക്കുകൾ നൽകുന്ന ഊർജ്ജം എത്രത്തോളം വലുതാകും? അതേപോലെ ബി.ജെ.പിയുടെ ഈ ഒരു സോഷ്യൽ എഞ്ചിനീയറിംഗ്, അതിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? സേതുലക്ഷ്മി, ബി.ജെ.പിയുടെ ഒരു രാഷ്ട്രീയ സംഘടനയെ ഒന്ന് വിലയിരുത്തിയാൽ എപ്പോഴും സമീപകാലത്തെല്ലാം നമ്മൾ കാണുന്നതാണ്, അത് കൃത്യമായ ഇടവേളകളിൽ അവരുടെ നേതൃത്വത്തെ അവർ മാറ്റിക്കൊണ്ടിരിക്കും. അതുതന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ മുൻപ് സമീപകാലത്തുള്ള 4 മുൻ അധ്യക്ഷന്മാരെ വേദിയിലിരുത്തിയാണ് പ്രധാനമന്ത്രി ഈ വാക്കുകൾ പറയുന്നത്. അതുകൊണ്ട് സംഘടനാ തലത്തിൽ ഏറ്റവും ഉയർന്ന പദവിയിലുള്ള ദേശീയ അധ്യക്ഷന്റെ പ്രാധാന്യം പറയുന്ന തരത്തിലാണ് പ്രധാനമന്ത്രി, ആ പ്രവർത്തകർക്ക് പ്രചോദനമാകുന്ന തരത്തിലാണ് പറഞ്ഞത്. ഇത്രയൊക്കെ കാര്യങ്ങളിൽ ഞാൻ ഇടപെടുമ്പോൾ അത് പ്രധാനമന്ത്രി ആകട്ടെ, അത് ഗുജറാത്തിന്റെ മുഖ്യമന്ത്രി എന്ന നിലയിലാകട്ടെ, 25 വർഷത്തോളം ഭരണതലത്തിൽ ഉണ്ട് എന്ന് പറഞ്ഞാലാകട്ടെ, അത് 3ാം വട്ടം അധികാരത്തിൽ വരുന്ന ഒരു നേതൃത്വം എന്ന തരത്തിലാകട്ടെ, അതൊക്കെ ഉണ്ടാകുമ്പോഴും ഏറ്റവും പ്രധാനം രാഷ്ട്രീയ പാർട്ടി, അതായത് ബി.ജെ.പിയുടെ പ്രവർത്തകൻ എന്ന തരത്തിലുള്ള അഭിമാനമാണ് എനിക്കുള്ളത്. അതേസമയം തന്നെ ഞാൻ വെറുമൊരു പ്രവർത്തകനാണ്, എൻ്റെ ബോസ് അത് നിതിൻ നബീനാണ് എന്ന് പറയുന്നത്, ആ സംഘടന ഈ രീതിയിലാണ് ബി.ജെ.പിയെ കാണുന്നത് എന്ന തരത്തിൽ അത് പ്രവർത്തകരോട് പറഞ്ഞു വയ്ക്കുകയാണ് പ്രധാനമന്ത്രി. അതേസമയം തന്നെ ഈ വേദിയിലുണ്ടായിരുന്ന മുൻ അധ്യക്ഷന്മാരുടെ കാലഘട്ടത്തിൽ എങ്ങനെയാണ് ബി.ജെ.പി. വളർന്നത് എന്നത് കൂടി എടുത്തു പറഞ്ഞായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രസംഗം. നമുക്കറിയാം 2009 രാജ്നാഥ് സിംഗ് ഈ സ്ഥാനത്ത് നിന്ന് വന്നതിന് ശേഷം 2009 അദ്ദേഹത്തിൻ്റെ ഈ സ്ഥാനം ഒഴിവാകുന്നത് ഒരു തെരഞ്ഞെടുപ്പ് തോൽവിയോടെയാണ്. പിന്നീട് നിതിൻ ഗഡ്കരി വരുന്നു. നിതിൻ ഗഡ്കരി മറ്റൊരു വിവാദത്തിൻ്റെ ഒരു പശ്ചാത്തലത്തിലാണ് 2013 അദ്ദേഹം ഒരു ഇൻകം ടാക്സ് കേസുമായി ബന്ധപ്പെട്ടൊക്കെ വാർത്തകളിൽ നിറഞ്ഞപ്പോഴാണ് അദ്ദേഹം ആ സ്ഥാനം ഒഴിയുന്നത്. വീണ്ടും രാജ്നാഥ് സിംഗിന് ഒരു വർഷത്തേക്ക് അവസരം കൊടുക്കുന്നു. അവിടെ ഒരു ഭരണത്തിലേക്ക് ബി.ജെ.പി. വരുന്നു. പിന്നീട് അവിടെ അമിത്ഷാ, ആ രാജ്നാഥ് സിംഗ് മന്ത്രിയാകുന്ന സമയത്ത് അമിത്ഷാ വരുന്നു. ആ കൃത്യമായ ഇടവേളകളാണ്. അമിത്ഷാ 2 ടേം പൂർത്തിയാക്കുന്നു. പക്ഷേ അമിത്ഷാ തന്നെ തുടരും എന്നൊക്കെ എല്ലാവരും കരുതിയെങ്കിൽ അവിടെ കൃത്യമായി ജെ.പി. നദ്ദ വരുന്നു. ജെ.പി. നദ്ദ 2 ടേം പൂർത്തിയാക്കുന്നു. വീണ്ടും ഒരു യുവമുഖത്തെ കൊണ്ടുവരുന്നു. അതും ബീഹാറിൽ നിന്നുള്ള ഒരു യുവ നേതാവ് എന്നത് മാത്രമല്ല, അദ്ദേഹം തുടർച്ചയായി നിയമസഭകളിൽ വിജയിക്കുന്നു. അതോടൊപ്പം ബി.ജെ.പി. ഓരോ ഘട്ടത്തിലും കൊടുത്ത ചുമതലകൾ കൃത്യമായി നിർവഹിക്കുന്നു. ഛത്തീസ്ഗഡിൽ ഉൾപ്പെടെ സർക്കാരിനെ കൊണ്ടുവരുന്നതിൽ നിർണായക പങ്കുവഹിക്കുന്നു. ഇങ്ങനെ വിവിധ സംസ്ഥാന
നിയമസഭാ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹത്തിന് നൽകിയ ചുമതലകൾ കൃത്യമായി നടപ്പാക്കുമ്പോഴാണ് ഒരു യുവമുഖത്തെ എന്തായാലും BJP കണ്ടുവെക്കുന്നത്. അത് ഒരു യുവമുഖത്തിലേക്ക്, ഒരു തലമുറ മാറ്റത്തിലേക്ക് BJP പോകുന്നു എന്ന് പറയുമ്പോൾ ഭാവിയിലും ഇത്തരത്തിലുള്ള വലിയ പദ്ധതികൾ BJPക്ക് മുന്നിലുണ്ട് എന്ന് ആ പാർട്ടി പറയുകയാണ്. അതുതന്നെ ഏറ്റവും പ്രധാനം. ഇത്രയും വലിയ നേതാക്കൾ ഉണ്ടാകുമ്പോൾ അവരെയൊക്കെ നയിക്കാൻ ഒരു യുവ നേതാവ് വരുമ്പോൾ അത് വെറുതെ ഒരു മാറ്റം എന്നത് മാത്രമല്ല, നിങ്ങൾക്ക് കീഴിലാണ് ഞങ്ങളെല്ലാം എന്ന് പ്രധാനമന്ത്രി തന്നെ പറയുന്നത് വലിയ ഒരു സന്ദേശം നൽകിയാണ്. അതോടൊപ്പം പ്രവർത്തകർക്ക് വലിയ പ്രചോദനം നൽകിയാണ്. തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. രജേഷ് രവീന്ദ്രൻ, ഇപ്പം നിതിൻ